ഇത് കണ്ടില്ലേ അയ്യോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എൻ്റെ മനസ്സ് എത്ര വർഷങ്ങൾക്ക് പിന്നാലെ പോയി എനിക്ക് മാത്രം അറിയാം. എനിക്ക് ഞാൻ ഷൈൻ ചെയ്യാൻ കൂടെ അയച്ചു കൊടുത്തു അന്തമിട്ട് പോകുള്ളൂ കൊടുക്കണമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വരുന്ന ഒരു ആവർത്തിക്കുന്ന ഒരു ഐറ്റം അല്ല ഞാൻ. ആ 2 സിനിമകൾ നമുക്ക് തികക്കുന്ന ചില ഓർമ്മകൾ. മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് അഭിനയിക്കുന്നു. പക്ഷെ മമ്മൂട്ടി എൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഒരുപാട് കാലം കാത്തിയുണ്ട്. നമ്മൾ വളരെ തമാശക്ക് ഫോട്ടോ എടുക്കാം. നമസ്കാരം. ഞാൻ ഇന്ന് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല, ബാലേന്ദ്രൻ സാറിൻ്റെ കൂടെയാണുള്ളത്. കൂടെ ഞാൻ 2 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പല ലൊക്കേഷനുകളിലും പടെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഈ 2 സിനിമകൾ ചെയ്തത് ഒന്ന് നമ്മൾ സിനിമയും ഒന്ന് രാപ്പകലുമാണ്. 2 കമൽ സാറിൻ്റെ സിനിമകളാണ്. അപ്പോൾ ദുബായിൽ കഴിഞ്ഞ ദിവസം ഫൈസൽക്കയുടെ വെഡ്ഡിങ്ങിന് വന്ന സമയത്താണ് വീണ്ടും കാണുന്നത്. ഒരുപാട് നാളായി കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു എറണാകുളത്തിൽ അതിന് മുന്നേ 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എടുത്ത പടങ്ങൾ ഒരുപാട് കാലമായി. വെച്ചാൽ നമ്മളെന്ന് പറയുന്നത് 2003-ലാണ്. അപ്പോൾ ഇത്രയും വർഷമായി, ഒരു ഏകദേശം 20 വർഷമായി. ആ പടങ്ങൾ സാറ് വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന സാറിൻ്റെ ഒരു റിയാക്ഷനും സാറിൻ്റെ ആ ഒരു കാര്യങ്ങളും പറയാനാണ്. ഞാൻ കറക്റ്റ് സാറ് 2 മണിക്കെന്ന് പറഞ്ഞു, ഞാൻ 1:55 സാറ് കണ്ടു. സമയം കൃത്യത പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഞാനും അത് കുറച്ച് സമയത്തിന് കൂടുതൽ കൊടുക്കുന്നതൊക്കെ ചില ടൈമാണല്ലോ നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സാറിന് ഞാൻ ഏതായാലും കുറച്ച് കാര്യങ്ങൾ സാറ് ഫോട്ടോ കണ്ടുകൊണ്ട് സാറ് കാര്യങ്ങൾ പറയും. താങ്ക് യു. അപ്പോൾ നമുക്ക് പഴയ പടങ്ങളൊന്ന് കാണുമ്പോഴൊരു സുഖം. ഇതെല്ലാം ഫിലിമിലെടുത്ത കേട്ടോ സാറേ. ഫിലിം ക്യാമറയിലെടുത്ത പടങ്ങളാണ് ഇതൊക്കെ. രണ്ടുപേരും ഇല്ല, വിഷ്ണുവും ഇല്ല. ഭാവനയുടെ ഫസ്റ്റ് വന്ന ആ സമയത്തുള്ള മിഥുനൊക്കെ ഇപ്പോൾ ഉള്ള മിഥുനും ഇരട്ടിയായില്ലേ. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്ത സിനിമകളുടെ ഒക്കെ നെഗറ്റീവ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സുഹാസിനി സാറിൻ്റെ പടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇതിൽ എല്ലാവരും ഉണ്ട്. ഡേവിഡ് കാച്ചപ്പള്ളി, ഞാനും ഉണ്ട്. അന്ന് അയ്യോ നല്ല മാറ്റം. എനിക്കാണ് വലിയ മാറ്റമില്ല. ഇല്ല, സാറിൻ്റെ മാറ്റമുണ്ട്. സാറിന് കാണുമ്പോൾ അറിയാം. ഇതെൻ്റെ അസിസ്റ്റൻ്റായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. നോക്ക് സാറിൻ്റെ ഇത് നോക്കി വ്യത്യാസമില്ലേ. ഗുരുക്കള് പ്രൊഡക്ഷൻ കൺട്രോളർ. ഇത് നമ്മുടെ ലൊക്കേഷനിലെ എല്ലാ ടീമും. ഞാൻ കുറേ തരം പടങ്ങൾ തരാം. അതെ, എല്ലാ പടങ്ങളും സാറുമായിട്ടുള്ള മിക്ക പടങ്ങളും ഉണ്ട്. ഇതിനേക്കാളും സൂപ്പറാണ് രാപ്പകലിലെ പടങ്ങൾ. അന്ന് പിന്നെ ഡിജിറ്റലിലേക്ക് മാറി. ഇത് കണ്ട ഒരു 40 ഫീറ്റ് ക്രെയിനാണ്. അന്ന് നമുക്ക് വളരെ ദുർലഭമായിട്ട് ഉപയോഗിക്കുന്ന ക്രെയിനാണ്. എന്നെ ഭയങ്കര ചേഞ്ച്. അതെ, ആ സ്ലമ്മിലുള്ള സീന് പറയാൻ വരുന്നത് നല്ല വ്യത്യാസം. നല്ല ലാലുച്ചായനിയിലില്ല, ഇതിലില്ല. ഇത്രയും കുറച്ച് പടങ്ങൾ. എന്താണ് ഒരു ഇത്രയും പടങ്ങൾ കണ്ടപ്പോൾ സാർ അടുത്തത് കൂടി കണ്ടിട്ട് പറയാം. രാപ്പകൽ ഇത് ഡിജിറ്റലാണ്. അതിന്റെ ഒരു വ്യത്യാസം മമ്മൂക്കായിട്ട് കൂടെ വേറെ പെട്ടു. ഇതൊന്നുമല്ല, ഒരുപാട് പടമുണ്ട്. നമുക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കാം. അതെ, മരത്തിന്റെ മുകളിൽ കയറിയില്ലേ, മാങ്ങ പറിക്കാൻ കയറി ആ സീൻ കണ്ടില്ലേ. അതാ ഇങ്ങോട്ടേക്ക് അന്ന് സുകുമാർ.
ഇത് വന്ന ഉടനെ ഇതിന്റെ ക്ലോസ് ഉണ്ട്. ഇതൊക്കെ ഇല്ല, ഇതൊന്നും ഇല്ല. ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ അപ്പിയറൻസിന്റെ ഒരു പടവും സാറിന്റെ കയ്യിൽ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് പിന്നെ ഇതൊക്കെ വെച്ചതൊക്കെ വളരെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണുള്ളത്. ഇത് ഫോട്ടോഷൂട്ട് ചെയ്ത പോലെ നമ്മൾ അവിടെ ലൈറ്റപ്പ് ചെയ്തിട്ട് എടുത്ത പടം. ഇത് ഇതൊക്കെ ഈ എല്ലാം അയക്കുന്നില്ല, എന്നെ കുറച്ച് നല്ല ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ എല്ലാ നെഗറ്റീവ് ആയാലും എല്ലാ പടത്തിൻ്റെ സ്റ്റിൽസും CD എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് സാധനം കയ്യിലുണ്ട്. ഇതിൻ്റെ ഉണ്ട്, ഇതില്ല. ഇതൊക്കെ ഭയങ്കര ഗെറ്റപ്പ് സാരാ. ആ ഫുൾ ടീമിൻ്റെ ഇതാണ് ഫോക്കസ്. മറ്റേത് കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ്. അത് അന്ന് ഡിജിറ്റൽ അല്ലേ? ഞാൻ അയച്ചുതരും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് വീട്ടിൽ ഒരു എല്ലാ അഡ്ജുവൻ്റ് ഒന്ന് വെച്ചാൽ ഭയങ്കര രസമായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ഇനി ഒരിക്കലും കിട്ടൂല. അത് മാത്രമല്ല ഒരു ഫുൾ ലെങ്ത്, ഫുൾ വലുപ്പത്തിൽ, ഒരു 6 അടി വലുപ്പത്തിലൊക്കെ ഇപ്പൊ ഫ്ലെക്സ് അടിച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അതാ ഒരു പിന്നെ ഇത് പ്രിന്റ് അടിച്ച് വെച്ചാല് ജീവനോട് ഇങ്ങനെ ഓടിച്ചു വരുന്ന പോലെയാണ്. നല്ല ഫോട്ടോസ്. ഞാൻ അന്ന് ഡിജിറ്റൽ ക്യാമറ വന്ന സമയം എനിക്കൊന്ന് 2ാമത്തെയോ 3ാമത്തെയോ പടമാണ്. അപ്പൊ മമ്മൂക്കാക്കന് സാധനം കാണിച്ചു കൊടുക്കുക ക്യാമറയുടെ. ഇതൊക്കെ ഡിജിറ്റലിൽ എടുത്തതാണ്. ഇതൊക്കെ ഫിലിമിലാണ്. അന്ന് F9X എന്ന് പറഞ്ഞൊരു നിക്കോണിന്റെ ഒരു ക്യാമറ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഉണ്ടല്ലേ, കൂടെ ഉണ്ടല്ലേ? ഞാൻ ഷൈൻ ചെയ്യാൻ കൂടെ അയച്ചു ഇത് ഇപ്പൊ പുള്ളി അന്ന് ഓണപരിപാടി, പിന്നെ പുള്ളിയുടെ ബർത്ത്ഡേയും സുരേഷ് കൃഷ്ണയുടെ ഒരുപാട് മെമ്മറികൾ നമ്മളെ യാത്ര ചെയ്യിക്കും. തീർച്ചയായിട്ടും അതിന്റെ തന്നെ ഫോൺ ഇത് ഫിലിമിലെടുത്ത ഇതൊക്കെയാ വേണ്ട. ഇത് വേണ്ട. അത്രേ ഉള്ളൂ. പോസ്റ്റർ ഈ ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ വളരെ തമാശക്ക് ഫോട്ടോ എടുക്കാം. പക്ഷെ എന്നോട് ചോദിച്ചാൽ ജീവിതമെന്ന് പറയുന്നത് ഒരു നല്ല വിശകലനത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ച് ഫോട്ടോകളുടെ സമാഹാരം. അതെ, ഒരു ജീവിതത്തിലെ ഒരു പ്രധാന നിമിഷത്തെ നമ്മളൊരു ഫോട്ടോയിൽ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയാണ്. നിങ്ങളിപ്പോൾ ജയപ്രകാശ് എന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത 2 പടങ്ങൾ, ഒന്ന് രാപ്പകൽ, പിന്നെ നമ്മൾ. ഈ 2 പടങ്ങളിൽ വർക്ക് ചെയ്ത ഏതാനും സ്റ്റിൽസ് കാണിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എൻ്റെ മനസ്സ് എത്ര വർഷങ്ങൾക്ക് പിന്നാലെ പോയി എനിക്ക് മാത്രം അറിയാം. ആ ഒരു ദിവസങ്ങള് എന്തൊക്കെ നമ്മൾ കണ്ട 2 പടങ്ങൾക്കും എന്നെ സംബന്ധിച്ച് പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറിനെ ആശ്രയിച്ചില്ല. ഇപ്പം ഞാൻ പിന്നീട് നമ്മളിലും 2ാമത് അഭിനയിച്ച പടം എന്ന് പറയുന്നത് രാപ്പകലിലും എൻ്റെ വേഷം തുലവും ചെറുതാണ്. നമ്മളിലും ഞാൻ ഗസ്റ്റാണ്, രാപ്പകലിൽ ഏതാണ്ട് ഗസ്റ്റാണ്, സംശയമില്ല. പക്ഷേ ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും ആ 2 സിനിമകൾ നമുക്ക് നൽകുന്ന ചില ഓർമ്മകൾ. നമ്മളിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ 2 പുതുമുഖ നായകന്മാരുടെ അരങ്ങേറ്റമായിരുന്നു, ഒരു നായികയുടെ. അതായത് എൻ്റെ രാഘവൻ്റെ മകൻ പിന്നെ ജിഷ്ണു ആൻഡ് ഭരതൻ്റെ മകൻ സിദ്ധാർത്ഥ്, പിന്നെ രേണുകയും ഭാവനയും. രേണുക എനിക്ക് അടുപ്പം പോരാ, ഭാവന എനിക്കറിയാം. ഈ 4 പുതുമുഖങ്ങൾ വന്നു എന്നുള്ള സംഭവം. പിന്നെ കമൽ എന്ന് പറയുന്ന ഡയറക്ടറോട് ആദ്യം സഹകരിക്കുന്ന പടം ഇത് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ കമലോടെ സഹകരിച്ച പടമാണ് രാപ്പകൽ. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ കമൽ എന്ന ഡയറക്ടറുമായിട്ടും പുതുമുഖമായിട്ടുള്ള ബന്ധം എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. പിന്നീട് രാപ്പകലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഒരു മമ്മൂട്ടി ചിത്രമാണ്. മമ്മൂട്ടി ചിത്രത്തിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഉള്ളൂ എനിക്ക്. പക്ഷേ ഞാൻ ആ പടം അഭിനയിച്ച സമയത്തുള്ള
ഇമ്പാക്റ്റുള്ള റിലീസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ ചെറുതാണെങ്കിലും ആ റോഡിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു. എന്നാൽ ആ പടത്തിൻ്റെ പോസ്റ്ററിലൊന്നും എൻ്റെ ക്യാരക്ടറിന് വലിയ ഇമേജ് കൊടുത്തില്ല. ഇല്ല കൊടുക്കണമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വരുന്ന ഒരു ആവർത്തിക്കുന്ന ഒരു ഐറ്റം അല്ല ഞാൻ. ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് പേര് അഭിനയിക്കുന്നു. മമ്മൂട്ടി എൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഒരുപാട് കാലം കാത്തിയുണ്ട്. അങ്ങനെ പറയുന്നത് ആ പടത്തില് മമ്മൂട്ടിയും ഞാനുള്ള കോമ്പിനേഷനെ ഹൈലൈറ്റ് ചെയ്യാൻ ദൗർഭാഗ്യവശ ആർക്കും പറ്റിയില്ല. ഉള്ള സീൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഞാനും മമ്മൂട്ടിയും നല്ല വൈബിങ് കോമ്പിനേഷൻ നല്ലതായിരുന്നു. ഇനിയും മമ്മൂട്ടിയും ബാലേന്ദ്രനും ഇവിടെ വന്നാൽ അതിന്റെ പ്രതീക്ഷ ഉളവാക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദിസ് 2 ഫിലിംസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് നിങ്ങൾ. ജയപ്രകാശും എനിക്ക് പ്രിയപ്പെട്ട. അതെ. അപ്പോൾ അതാണ് ഒരു ഞാൻ സാറ് പറഞ്ഞതുപോലെ ആ പഴയ ഓർമ്മകളിലേക്ക് ഒരു 10 15 അല്ലെങ്കിൽ ഒരു 10 നിമിഷമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഇനി അതിനകത്ത് വേറെ അത്ഭുതപ്പെടുന്ന കാര്യം അതാണ് വിധി. ഞാൻ എല്ലാ കാര്യത്തിലും വിധിയിൽ ആളാണ്. ഇന്ന സമയത്ത് സംഭവിക്കണമെന്ന് നേരത്തെ ലിഖിതമാണ്. ഇതൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചല്ല ഞാനിപ്പോൾ ദുബായ് വന്നത്. ഞാനിവിടെ വന്നത് നിങ്ങൾക്കറിയാം, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസലിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ സിദ്ദീഖിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. യാദൃശ്യം അവിടെ വെച്ച് നിങ്ങൾ എന്നെ പൂണ്ടടക്കം പിടിച്ചതാണ്. കണ്ടേ പറ്റൂ, ഫോട്ടോ എടുത്തേ പറ്റൂ. അതേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും എൻ്റെ ഓർമ്മയുടെ ശേഖരം കൊണ്ടുവന്ന് ഞാൻ മരിച്ചത്. അപ്പോൾ നിയോഗമാണ് ഇത് കാണണം, അത് കണ്ട് ഇത്രയും പേര് ഇവരെ അഭിപ്രായങ്ങൾ പറയണം എന്ന് ഒരു സാധനം എനിക്ക് പറയാൻ സാധിച്ചത് വളരെ സന്തോഷം. എന്തായാലും സന്തോഷം സാറേ. ഇങ്ങനെ എനിക്ക് എൻ്റെ പടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസിന് ഇങ്ങനെ ഒരു മെമ്മറിയിലേക്ക് സാറിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. എന്തെങ്കിലും അന്ന് നടന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയാണ്. ഞാൻ സാറിന് ഒരുപാട് ഫോട്ടോസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാണിച്ചതിൽ രാപ്പകൽ സിനിമയിലുള്ള മമ്മൂക്കയും ആ വെള്ളത്തിലില്ലേ കാള കൂട്ടുന്ന കാള ഓട്ടത്തിന്റെ ആ മത്സരത്തിന്റെ ഇടയിൽ മമ്മൂക്കയുടെ പുറകെ ഓടി വരുന്നുണ്ട്. മമ്മൂക്ക നിങ്ങളുടെ പുറകെ ബാലേന്ദ്ര സാറിന്റെ പുറകെ ഓടി വരുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ അന്നത്തെ? അത് എന്റെ മറ്റുള്ള സിനിമകളിൽ കാണുന്ന രംഗമല്ലോ അത്. അതെ. പക്ഷെ കാളയൂട്ടനേക്കാൾ എനിക്ക് അതിൽ ഓർമ്മയുള്ളത്, അതിനകത്ത് ഞാനും മമ്മൂട്ടിയും കൂടെ ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, സ്റ്റെപ്പ് വെക്കണം. അതെ. അപ്പോൾ ഡാൻസ് സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നതല്ല, മമ്മൂക്കയും ചെയ്യുന്നതല്ല. അതെ, മമ്മൂട്ടി പിന്നെ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സിനിമകളായതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റി പൊതുവെ. പിന്നെ പല അവസരങ്ങളിലും അങ്ങനെ ഒരു പ്രേരണ വന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറും. കാരണം എന്നീ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില ഐറ്റംസ് ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രം ശ്രമിക്കാത്തതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരു പാട്ടിൽ. പക്ഷേ അതിൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞു തന്നപ്പം അല്പസമയപ്പോൾ ഞാനങ്ങ് മൂടിലായി. അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ മമ്മൂട്ടി അത്ഭുതത്തോടെ നിങ്ങൾ ഈ സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്യുന്നല്ലോ എന്ന് ചോദിച്ചിരിക്കുക. മാത്രം എന്നെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. അതൊരു പാട്ടാണ് മറന്നുപോയി, ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ മറന്നുപോയി. അല്ല, അതിന് ആദ്യത്തെ മമ്മൂട്ടിയുടെ പടം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശേഷം കാഴ്ചയിലാണ്. ശേഷം കാഴ്ചയിലെ നമ്മുടെ ക്യാരക്ടർ സ്വിമ്മിംഗ് കോച്ചാണ്. അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത് മമ്മൂട്ടി തിരിച്ചു പറയട്ടെ, ഒരു സ്വിമ്മിംഗ് കോച്ചായിട്ട് ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിരിയോചിരിക്കാത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. അത് മമ്മൂട്ടിയായിട്ട് വരുന്നത്. മമ്മൂട്ടിയായിട്ട് വരുന്നു. ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് വന്നിരുന്നു. മമ്മൂട്ടിയുടെ അടുത്ത് എപ്പോഴാണോ വിഗ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ നാടൻ. അത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മമ്മൂട്ടി സീമ ഉണ്ടായിരുന്നു. മമ്മൂട്ടി സീമ അവരായിട്ട് തന്നെ വരുന്നു, ഞാൻ നാടൻ കഥാപാത്രമായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടി എൻ്റെ പടത്തിൽ വന്നത് മമ്മൂട്ടിക്കും മറക്കാനൊക്കാത്തൊരു പടമാണ് നയം വ്യക്തമാക്കും. രാഷ്ട്രീയ പ്രവർത്തകന്റെ ക്യാരക്ടർ. അതൊരു എനിക്ക് തോന്നുന്നു മമ്മൂക്ക ചെയ്ത ഏറ്റവും നല്ലൊരു ക്യാരക്ടറിൽ വരുന്നതാണ്. ഇപ്പോഴും പറയാവുന്ന ശാന്തകൃഷ്ണയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കരമായിരുന്നു. അത് ആ പടമേ ഒരു യാദൃച്ഛിക സംഭവമാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ വിശദ വിവരങ്ങൾ എൻ്റെ ഫിലിമി ഫ്രൈഡേസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ പിന്നീട് പറയും. തൽക്കാലം പറയാൻ പറ്റുന്നത്, പടം അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് മമ്മൂട്ടി ഒരു കമൻറ്റ് പറഞ്ഞു. മമ്മൂട്ടി കേൾക്കൂല പറയുമ്പോൾ, ബാലേന്ദ്രൻ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തോളാം. നിങ്ങൾ അങ്ങനെ ചെയ്യും, അതുപോലെ ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ പക്ഷേ ഭയങ്കര സിനിമയാണ്. അതിനകത്ത് ആ മുണ്ടെടുത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു സൗന്ദര്യമാണ് ആ പുള്ളിക്ക്. ഇങ്ങനെ എന്തൊരു ഒരു കറക്റ്റ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലേ. അപ്പൊ നമ്മൾ കാത്തിരിക്കാം ഇനി ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് വരും. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും സന്തോഷം, സാറിന്റെ കൂടെ കുറച്ചു നേരമെങ്കിലും സംസാരിക്കാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സർ.